കരുനാഗപ്പള്ളിയിൽ യുവതിയുടെ നഗ്നചിത്രം പകർത്തി പീഡിപ്പിക്കുകയും സുഹൃത്തുക്കളുമൊത്ത് കൂട്ട ബലാത്സംഗം ചെയ്യുകയും ചെയ്ത ബി നേതാവ് അറസ്റ്റിലായി. കരുനാഗപ്പള്ളി ആദ്യനാട് മണ്ഡലം പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന ബിയുടെ സജീവ പ്രവർത്തകനായ ഷാൽ കൃഷ്ണനാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. ഒരു നിർധനയായ യുവതിയുടെ നഗ്നചിത്രങ്ങൾ പകർത്തുകയും ഈ ദൃശ്യങ്ങൾ പിന്നീട് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ലൈംഗിക പീഡനം നടത്തുകയുമായിരുന്നു. തുടർന്ന് ഇയാൾ 2 സുഹൃത്തുക്കളുമായി രാത്രിയിൽ യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ച് കടന്ന് മർദ്ദിക്കുകയും കൂട്ട ബലാത്സംഗം നടത്തുകയുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പിടിയിലായ ഷാൽ കൃഷ്ണ എന്ന ഇയാൾ മുമ്പ് വധശ്രമം അടക്കമുള്ള കേസുകളിലും പ്രതിയാണ്. ഇയാളുടെ സുഹൃത്തുക്കളായ 2-3 പ്രതികൾ വധശ്രമം, വഞ്ചന, കവർച്ച, നാർക്കോട്ടിക്സ്, അബ്കാരി കേസുകളിലും പ്രതിയാണ്. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളി ACP പ്രദീപ് കുമാറിന്റെ ടീമാണ് പ്രതിയെ പിടികൂടിയത്. ഒളിവിൽ പോയ 2-3 പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്. മറ്റൊരു സംഭവം നടന്നത് കായംകുളത്താണ്. മോഷണം ആരോപിച്ച് 14 വയസ്സുള്ള ഷാഫി എന്ന കുട്ടിയെ മർദ്ദിക്കുകയായിരുന്നു. ആക്രി സാധനങ്ങളുമായി പോയ കുട്ടിക്കാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം നടന്നത്. കായംകുളം കാപ്പിൽ കിഴക്ക് VS നിവാസിൽ ഷാജി ഫാത്തിമ ദമ്പതികളുടെ മകനായ ഷാഫിക്കാണ് BJP നേതാവിൻ്റെ ക്രൂരമായ മർദ്ദനമേറ്റത്. ഷാഫിയും 10 വയസ്സുള്ള സഹോദരനും സൈക്കിളിൽ പോകുമ്പോൾ വഴിയിൽ തടഞ്ഞു നിർത്തി സൈക്കിളിൽ നിന്നും ചവിട്ടി താഴെയിടുകയും തുടർന്ന് മർദ്ദിക്കുകയുമായിരുന്നു. മോശം സാമ്പത്തിക അവസ്ഥ കാരണം ആക്രി സാധനങ്ങൾ പെറുക്കി കടയിൽ കൊണ്ടുപോയി വിൽക്കാറുണ്ടായിരുന്നു ഈ പയ്യന്മാർ. അങ്ങനെ സാധനങ്ങൾ സൈക്കിളിൽ കെട്ടി കടയിൽ വിൽക്കുവാനായി കൊണ്ടുപോകുന്ന വഴി ആലമ്പള്ളി മനോജ് എന്നയാളാണ് ഇവരെ തടയുകയും മോഷ്ടിച്ചെടുത്ത സാധനങ്ങളാണെന്ന് ആരോപിച്ച് മർദ്ദിക്കുകയും ചെയ്തത്. 10 വയസ്സുകാരനായ ഷാഫിയുടെ സഹോദരനും ഈ അക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഷാഫിക്ക് കാര്യമായ പരിക്കുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു. ആഹാരം കഴിക്കാനടക്കം കുട്ടിക്ക് ബുദ്ധിമുട്ട് നേരിടുന്നതിനാൽ അടുത്ത ദിവസം കുട്ടിയെ വിദഗ്ധ ചികിത്സക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. ഇത് സംബന്ധിച്ച് തിങ്കളാഴ്ച തന്നെ കായംകുളം പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. കായംകുളം CIയുടെ നേതൃത്വത്തിൽ ഒരു സൈക്കിൾ വാങ്ങി നൽകി വിഷയം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു. പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനമാണ് ഇത്തരത്തിൽ കേസ് ഒത്തുതീർപ്പ് വെക്കാൻ പോലീസ് ശ്രമം നടത്തിയത്. BJPയുടെ ബൂത്ത് പ്രസിഡന്റാണ് മനോജ് എന്ന് പല റിപ്പോർട്ടുകളിലും പറയുന്നുണ്ട്. ഈ കേസിൽ മനോജിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. പിന്നീട് നാട്ടുകാരുടെ വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് ഇന്നലെ വീണ്ടും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ അറസ്റ്റ്. പ്രതിക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി കായംകുളം DYSPക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. തങ്ങളുടെ നോർത്ത് ഇന്ത്യൻ സുഹൃത്തുക്കൾ അവിടെ കാണിച്ചു കൂട്ടുന്ന അക്രമങ്ങൾ കണ്ടിട്ടാവും പലർക്കും അതൊക്കെ ഇവിടെയും ചെയ്യാനുള്ള ആഗ്രഹം തോന്നുന്നത്. അത്ര പെട്ടെന്ന് അതൊന്നും ഇവിടെ നടക്കില്ല. അതിൻ്റെ സൂചനയാണ് ഈ 2 BJP നേതാക്കളുടെയും ഇപ്പോഴത്തെ അറസ്റ്റ്.